നമുക്ക് റോഷിപാലിലേക്ക് വരാം. റോഷിപാൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ പ്രസാദ് പറഞ്ഞു നിർത്തിയ വേളയിൽ തിരുവനന്തപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയെ അടക്കം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനവുമായി ആദ്യം എത്തിയത്, ഒരു മുഴ മുന്നേ എറിഞ്ഞത് UDF ആണ്. സംസ്ഥാനമാകെ UDFന് ആ ഒരു ആത്മവിശ്വാസമുണ്ടോ നിലവിൽ? സുജിയ, UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിച്ച തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, തൃശൂർ, കൊച്ചി കോർപ്പറേഷൻ, ഈ 3 കോർപ്പറേഷനാണ് ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ നില മെച്ചപ്പെടുത്തണം. ഇങ്ങനെ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. തുടർച്ചയായി 2 വട്ടമായി പ്രതിപക്ഷത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിൽ അത് തിരിച്ചടിയാകുമെന്ന ഒരാശങ്കയാണ്. അതുകൊണ്ട് തന്നെയാണ് അരയും തലയും മുറുക്കി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒന്നാകെ പ്രചാരണത്തിനിറങ്ങുന്നത്. കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ചുമതലകളടക്കം ഏറ്റെടുത്തവർ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ UDF നേതൃത്വം കാണുന്നതും. ഏതായാലും തിരുവനന്തപുരത്ത് വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച KS ശബരിനാഥനെ പോലെയുള്ള മുൻ MLA രംഗത്തിറക്കിക്കൊണ്ടുള്ള പോരാട്ടമാണ് ഒരു ത്രികോണ മത്സരത്തിന് സാഹചര്യമൊരുക്കുകയും ചെയ്തു UDF. സമാനമായി തന്നെയായിരിക്കും മറ്റു കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കൂടുതൽ സീറ്റുകൾ പിടിക്കുക, കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ നേതാക്കളും പ്രചരണത്തിനിറങ്ങും. ഗൃഹസന്ദർശനമടക്കം നേതാക്കൾ അവർ വീട് കയറി തന്നെ വോട്ട് പിടിക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു. സുജയ. ഓക്കെ റോഷിപാൽ.